ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ കോഴിക്കോട് ഒരു പെയിന്റിംഗ് ക്യാമ്പിന് പോവാൻ കേട്ടോ. അതിന്റെ മുമ്പ് എനിക്ക് ഹെൽത്ത് സെന്ററിൽ ഒന്ന് പോകണം. കഴിഞ്ഞ മാസം ഒരു അണ്ണാറക്കണ്ണം കടിച്ചു നിന്ന അതിന്റെ ലാസ്റ്റ് വാക്സിൻ ഇന്നാണ് 28ാമത് ദിവസം ഉള്ളത്. കോഴിക്കോട് പോകാനുള്ളതുകൊണ്ട് തന്നെ നേരത്തെ ഇറങ്ങി പോയി നോക്കുമ്പോൾ അവിടെ സിറിഞ്ചിന്റെ സ്റ്റോക്ക് തീർന്നുപോയി. അതുകൊണ്ട് തൊട്ടടുത്തുള്ള ഫാർമസിന്ന് സിറിഞ്ചുമായി കൊണ്ടുവന്ന് ഇഞ്ചക്ഷൻ ചെയ്ത് പിന്നെ നമ്മൾ നേരെ കോഴിക്കോട് ബസ് കയറി. ഇന്നും നാളെയാണ് കേട്ടോ ആർട്ട് ക്യാമ്പ്. VS അച്യുതാനന്ദന്റെ ജീവിതം അടിസ്ഥാനമാക്കിയിട്ടുള്ള ചിത്രകലാ ക്യാമ്പാണിത്. വരമുഖി വുമൻസ് ആർട്ട് കമ്മ്യൂണിന്റെ ലീഡറായ നമ്മളെ മൈനേജിയാണ് കേട്ടോ ക്യൂരേറ്റർ. അങ്ങനെ പാളയത്തെത്തി ഇവിടുന്ന് ഓട്ടോറിക്ഷ വിളിച്ചിട്ടാണ് നമ്മൾ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിലേക്ക് പോണത്. അവിടെ മൈനേജ് ശിശേച്ചൊക്കെ എത്തിയാണ്. ബാക്കിയുള്ള വരമുഖിയൊക്കെ നാളെയാണ് വരിക. ഇത് കോപ്പർ ബസാറാണ് കേട്ടോ. അങ്ങനെ ടൗൺ ഹാളിലെത്തി. ഇവിടെ എന്താ പരിപാടി നടന്നുകൊണ്ടിരിക്കുക. ഞാൻ വീഡിയോ എടുത്ത് അകത്ത് കയറിയപ്പം പോലീസൊക്കെ ഇങ്ങനെ നോക്കണുണ്ട്. പിന്നെ അറിഞ്ഞത് അവിടെ എന്തോ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ പരിപാടി നടക്കാന്ന്. അതുകൊണ്ടാണ് പോലീസ് ഞാൻ കയറി പോണത് അങ്ങനെ നോക്കിയത്. ഇതിന്റെ പുറകിലാണ് ലളിതകലാ അക്കാദമി. ഞാൻ വേഗം പിന്നെ അവിടുന്ന് ഇറങ്ങി. പിന്നെ അപ്പുറത്തുള്ളൊരു പെട്ടിക്കടയിൽ പോയിട്ട് മൈനേച്ചിക്ക് നിശേഷിക്ക് എള്ളുണ്ടൊക്കെ വാങ്ങി തിരിച്ചു പോന്നു. നമസ്കാരം, എന്റെ പേര് അസ്ല. തിരുവമ്പാടി വരുവാ. ഇനി മിണ്ടരുത്. അല്ല, ഞാൻ ഇവിടുന്ന് മേടിച്ച ചെറുതായിട്ട് ഇടയിൽ കൂടെ. ഇവിടെ പെയിന്റിങ് ക്യാൻവാസ് ഒക്കെ സെറ്റാക്കി വെച്ചാണ്. ഞങ്ങൾ ഇവിടുന്ന് വരയ്ക്കാനാണ് കേട്ടോ യൂട്യൂബറൊക്കെ അന്ന് വീഡിയോ ഒക്കെ എടുത്ത് മൈനേജ് ചെറുതായിട്ടൊക്കെ വിവരിച്ചു കൊടുത്തവർക്ക്. പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മള് ഫോട്ടോസും VSന്റെ ജീവിതകാലത്ത് എടുത്ത സമരങ്ങളുടെ ഒക്കെ ഫോട്ടോസും അതേപോലെ തന്നെ VSന്റെ ജീവിതത്തിലെ മുഹൂർത്തങ്ങൾ കേന്ദ്രമായിട്ടുള്ള പെയിന്റിങ്സും ആണ് ഇവിടെ ചെയ്യുന്നത്. ജിഷ, ഇത് അസ്ല, എന്റെ പേര് മജ്നി എന്നാണ്. ഞാൻ ആദ്യം വരച്ച് ചെറുതായി പോയതുകൊണ്ട് അപ്പുറത്ത് തന്നെ കുറച്ച് വലുതാക്കി വരച്ച്. ഞാൻ ആടുന്ന് അന്ന് വര തുടങ്ങുമ്പോഴേക്കും ഇപ്പുറത്ത് ഫുഡിന്റെ ചർച്ചയൊക്കെ തുടങ്ങി മൈനേജ്. വെയിലുണ്ടായാലും ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങിയില്ല. പിന്നെ മഴ അങ്ങോട്ട് ഉഷാറായി പെയ്യാൻ തുടങ്ങി. പിന്നെ അവിടുന്ന് വരയ്ക്കാൻ കഴിയില്ലാന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ വേറെ സ്ഥലം കണ്ടുപിടിച്ച് അവിടുന്ന് വര തുടങ്ങി. ഇന്നിവിടെ ആർട്ടിസ്റ്റ് സീറോ ബാബുവിന്റെ എക്സിബിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അസാധ്യ പെയിന്റിങ് അതിന് ഓരോ പെയിന്റിങ്സും കുറെ നേരം കാണാനുള്ളതുകൊണ്ട് ഞങ്ങൾ വര കഴിഞ്ഞിട്ട് സാവധാനം കാണാന്ന് വെച്ച്. ഞാൻ ബൈക്ക്